മറ്റാരുണ്ട് LDF അല്ലാതെ? ധർമ്മടത്തിലേക്ക് പോവാം. ധർമ്മടത്ത് മുഖ്യമന്ത്രി വളരെ വിശദമായി നമ്മുടെ ഇലക്ഷൻ എക്സ്പ്രസിൽ ഡോക്ടർ അരുൺകുമാറിനോട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങളെ കുറിച്ചും സംസാരിച്ചു. അല്ല സുനില, ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, ഈ നമ്മൾ വാഹനത്തിൽ പോയതുകൊണ്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ആ വാഹനം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ 3 കാര്യമാണ് ശ്രദ്ധിച്ചത്. ആ മണ്ഡലത്തിൽ വികസനമായിട്ട് അതിനെ കാണണ്ട. ആ വികസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെലിക്കാൻ വിട്ടപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കരമായ റോഡുകൾ, ചെറിയ റോഡുകളൊക്കെ ചെറിയ റോഡുകൾ, ടൂറിസം. നമ്മുടെ ഈ ബീച്ചിന്റെ സൈഡിൽ, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ സൈഡിൽ ആ പാത്ത് വേ ഒക്കെ ഗംഭീരമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഗംഭീരം. കാരണം ആ ഹെലിക്കാൻ വിഷുവിൽ വന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ മുഴപ്പിലങ്ങാട് ബീച്ച് ഇത്രയും സൗന്ദര്യമുള്ള ഒരു ബീച്ചാണെന്ന് മനസ്സിലായത്. ഗംഭീരമായി ചെയ്തിരിക്കുന്നു. ഈ അഭിമുഖത്തിൽ ഡോക്ടർ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, ഈ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നതായിട്ട് ഓർമ്മയില്ല, വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ തിരക്കും പാർട്ടി നേതാവിന്റെ തിരക്കിനുമിടയിലൊന്നും ഇവിടെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ആ ഒരു കാരവനിൽ ഇരുന്നുകൊണ്ട് ആ ബീച്ചിലൂടെ യാത്രയെന്ന് ഈ വഴിയിലൊക്കെ പറയുന്നുണ്ട്, ഇനി അടുത്ത സ്ഥലം അടുത്ത ഇന്ന ജംഗ്ഷനാണ്. രസമുണ്ടായിരുന്നു ആ യാത്ര. കണ്ണൂരിലെ ഏത് സ്ഥലമാണ് അദ്ദേഹത്തിന് അറിയാം. പട്ടം കോളേജ് വഴിക്കും പോയി അദ്ദേഹത്തിന്റെ. അതെ, LDFന്റെ സ്ഥാനാർത്ഥി പിണറായി വിജയൻ, UDFന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ്, NDAയുടെ സ്ഥാനാർത്ഥി K രഞ്ജിത്ത്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് വിജയിച്ചത്. രണ്ടാമത്തെ ഭൂരിപക്ഷം. അത് കഴിഞ്ഞിട്ടുള്ളത് പയ്യന്നൂരായിരുന്നേ. മൂന്നാമത്തത് പയ്യന്നൂരിൽ. ഇതിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ഉണ്ടല്ലോ, ഇദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തളിപ്പറമ്പിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ മത്സരിക്കാനായിട്ട്. ഈ കോൺഗ്രസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മത്സരിക്കുമെന്ന് പറയാൻ പാടുള്ളൂ. കാരണം എന്താ പറയുക, അവസാനം ഇവിടുന്ന് ട്രെൻഡിൽ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും. അതെല്ലാ പാർട്ടി എങ്ങനെയാണ്, പാർട്ടി തീരുമാനിച്ചതിന് ശേഷമാണ്. അല്ല, പക്ഷെ അങ്ങനെയല്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് റഷീദ് അവിടെ മത്സരിക്കുകയാണ്. നമ്മൾ എപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അല്ല, അവിടെ പണിയെടുക്കുക. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ പണിയെടുക്കുമ്പോൾ എന്താ റഷീദിനോട് ചോദിച്ചത്? തളിപ്പറമ്പിലാരാ റഷീദ് തീരുമാനിച്ചു. ആരാ? രമേശ് സ്വാഭാവികമായി. കാരണം അങ്ങനെ പണിയെടുത്താലേ കോൺഗ്രസിന് 10 വർഷത്തിന് ശേഷം തിരികെ വരാൻ കഴിയും. സീറ്റ് കൊടുത്തിട്ടില്ല. ആ സീറ്റ് എന്നിട്ട് കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. മറ്റൊരു സ്ഥാനാർത്ഥികൾക്ക് ആ സ്ഥാനാർത്ഥിക്കാരുടെ ഗുണം കിട്ടും. അങ്ങനെയാണ്. പക്ഷേ നമുക്ക് പറഞ്ഞ കാര്യം കണ്ടില്ലേ, അതാണ് നമുക്ക് നോക്കാം. ഭൂരിപക്ഷം നമുക്ക് അറിയാൻ പറ്റില്ല. മണ്ഡലത്തിൽ പഞ്ചഗുസ്തിക്ക് മുഖ്യമന്ത്രി വരികയാണ്. വരട്ടെ. ഉറപ്പായിട്ടും പിണറായി അനായാസേന വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ട്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പരിങ്ങിലാകും എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അതൊക്കെ അതെന്തും പറയാലോ. അല്ല, അത് ഇന്ന് രസകരമായ ഒരു മറുപടിയാണ്. ഇന്ന് CMന്റെ ഏറ്റവും രസകരമായ മറുപടിയാണ്. 1 ഡസനിലധികം മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കും. ഇത് VD സതീശന്റെ പ്രസ്താവനയാണ്. ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ആ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം സുരക്ഷിതനാണോ എന്ന് ചോദിച്ചൊരു നീട്ടിയുള്ള ചിരിയാ. അദ്ദേഹത്തെ ഓരോ വരിയും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഞാനത് കേട്ടില്ലായിരുന്നു. ഞാനന്ന് ക്ലാസ്സിലില്ല. കൂട്ടിച്ചേർത്തയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത തലശ്ശേരിയിലേക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം.